ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പഴംപൊരിയാണ്. സാധാരണ പഴംപൊരിയിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പഴംപൊരിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസാവാതെ കുറഞ്ഞൊരു തിക്നെസ്സിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ. അപ്പോൾ അതാ ഇതേ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. നമുക്ക് ഈ ബാറ്റർ മാറ്റി വെക്കാം. ശേഷം ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം ഇങ്ങനെ പകുതിയായി മുറിച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അങ്ങനെ പഴം മുഴുവനായിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതേ ഒരു വലിപ്പത്തിൽ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ടാകും. ഞാൻ 4 ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോ പഴം എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഈ ബാറ്ററിൽ മുക്കി കൈക്കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കരുത്. അപ്പോൾ കയ്യിൻ്റെ നനവ് തട്ടിയാൽ ബ്രെഡ് ഒരു ഉണ്ടായിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ബ്രെഡ് ക്രംസ് കവർ ചെയ്ത് കിട്ടൂല. അപ്പോൾ അത് മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായാൽ ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് ചുവന്നു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പൊരിക്കുന്ന പഴംപൊരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്